ബ്രഷ്വുഡ് പ്രൊജക്റ്റിൻ്റെ ബാക്കി വീഡിയോ കാണാം. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ സ്പോട്ട് ഒരു മരം വീണ് കിടക്കുന്ന ഒരു ഭാഗത്തായിരുന്നു. ആദ്യം അവിടെ കുഴി കുത്തി, എന്നിട്ട് അവിടെ കമ്പടിച്ചു, എന്നിട്ട് ക്രോസ് മൊത്തം മരങ്ങൾ വെച്ചതിന് ശേഷം പച്ച തോലിടുകയും അതിൻ്റെ മുകളിൽ മണ്ണിടുകയും ചെയ്തു. എങ്ങനെയാണ് കെട്ടേണ്ടതെന്നുള്ളത് ഫോറസ്റ്റുകാർ പറഞ്ഞു തരികയും അതുപോലെ സഹായിക്കുകയും ചെയ്തു കേട്ടോ. ലാസ്റ്റ് മണ്ണെല്ലാം ഒതുക്കി കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മണ്ണ് മാറ്റിയത് കൊണ്ട് തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള കുഴി രൂപപ്പെടും. ചെറിയ കുഴിയാണെങ്കിൽ പോലും അത് വെള്ളം നിൽക്കാൻ സഹായകമാണ്. ഈ മരത്തിൻ്റെ അടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ ആദ്യത്തെ ചെറിയ ബണ്ടാണിത്. ആ തോടിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ബണ്ട് കെട്ടുന്നതിന് മുന്നേ ഉള്ള ഭാഗമാണ് ഈ കാണുന്നത്. അവിടെ കുറ്റി ആദ്യം അടിച്ചു വെച്ചു, അതിനുശേഷം കമ്പ് ക്രോസ് വെച്ചു. പിന്നെ ഈ കാണുന്ന കല്ലും ആ കമ്പുകളൊക്കെ അവിടെ ക്രോസ് വെച്ചതിന് ശേഷം മണ്ണിടുകയാണ് ചെയ്യുന്നത്. കല്ലും മരക്കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടാണ് ഈ ചെയ്യുന്നത്. അതുപോലെ ഈ പച്ച പൊതയും ഞങ്ങൾ അപ്പുറത്തുനിന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരും പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കേരളത്തിൽ നിന്നും പുറത്തുള്ള ഒരാളുണ്ട്. ആ കാണുന്ന തൊപ്പിയിട്ട ആൾ ചെന്നൈയിൽ നിന്നുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ ബണ്ടാണ് ഈ കാണുന്നത്. പുഴങ്ങിയ ചെറിയൊരു മരം എല്ലാവരും കൂടി തോളിലേറ്റി ബണ്ടുണ്ടാക്കാൻ കൊണ്ടുപോകുന്നതാണിത്. ഞങ്ങളുടെ മൂന്നാമത്തെ ബണ്ടിൻ്റെ പ്രവൃത്തിയാണ്. മൂന്നാമത്തെ ബണ്ട് കെട്ടിയപ്പോഴേക്കും അത്യാവശ്യം ക്ഷീണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം കയ്യിൽ കരുതിയ പഴവും വെള്ളവും ഞങ്ങൾ കഴിച്ചു. ഇവിടെ ഞങ്ങൾ കുറ്റി അടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കല്ലുകൊണ്ടാണ് ഇവിടെ ബണ്ട് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ട കല്ലുകളൊക്കെ അപ്പുറത്തുനിന്ന് ഞങ്ങൾ പെറുക്കി കൊണ്ടുവന്നു. കല്ല് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സാധനത്തിനെ കാണുന്നത്. ഇത് തേളാണ്. ഒരു വലിയ കല്ല് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ അങ്ങനെ പതുങ്ങി നിന്നിരുന്നതാണ്. കുറച്ചു നേരം അനങ്ങാതെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന പൊത്തിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ആ ഭാഗത്ത് കണ്ട ഒരു തലയോട്ടിയാണിത്. കണ്ടാൽ മനുഷ്യൻ്റെ പോലെ ഇരിക്കും ഈ തലയോട്ടി, പക്ഷേ ഇത് കുരങ്ങൻ്റെ തലയോട്ടിയാണ്. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ഇത് കാണിച്ചു തന്നത്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ തലയോട്ടി. കണ്ടാൽ മനുഷ്യൻ്റെ തലയോട്ടി പോലെ തോന്നും. ആദ്യമായാണ് കുരങ്ങൻ്റെ തലയോട്ടി ഞാൻ നേരിൽ കാണുന്നത്. ഈ ബണ്ട് കെട്ടിയത് ആദ്യം കല്ലെല്ലാം അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ പച്ചത്തോലിട്ടു. അതിനുശേഷം ആ കല്ലിൻ്റെ മുകളിൽ ഒരു ഉണങ്ങിയ മരം വെച്ചതിന് ശേഷം കുറച്ച് മണ്ണിടുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തുനിന്ന് മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നല്ല കല്ലാണ്. അവസാനം മണ്ണെല്ലാം സൈഡിൽ നിന്നും കൊത്തിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് അമർത്തുകയാണ് ചെയ്തത്. മണ്ണെല്ലാം ചുറ്റുപുറത്തുനിന്നും വടിച്ചെടുത്ത് ബണ്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് അമർത്തുകയും അത് പരത്തുകയും ചെയ്യുന്നു. എല്ലാം ഒന്നും കൂടി ഞങ്ങൾ ഒതുക്കിയതിന് ശേഷമാണ് അവിടുന്ന് പോയത്. അങ്ങനെ ഞങ്ങൾ ബണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഏകദേശം 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ ബണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പോകുന്ന വഴി മരത്തിൻ്റെ മുകളിലൊരു സാധനം കണ്ടു. വലിയൊരു തേനീച്ചക്കൂടാണ്. അത്യാവശ്യം നല്ലോണം ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ഈ കാണുന്നത് ഒരു വാച്ച് ടവറാണ്. ആ വാച്ച് ടവറിൻ്റെ ചോട്ടിൽ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പും കൂടി തിരിച്ചെത്താനുണ്ട്. അവരുടെ ബണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. അന്വേഷിച്ചപ്പോൾ ആ ഗ്രൂപ്പ് വരാൻ കുറച്ചുകൂടി ലേറ്റാവുമെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ വാച്ച് ടവറിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇതേ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വാച്ച് ടവർ നിൽക്കുന്നത്. അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി. വാച്ച് ടവറിൻ്റെ ഉള്ളാണ് ഈ കാണുന്നത്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നും കാടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വലിയ മരങ്ങളും ചെറിയ മരങ്ങളും പിന്നെ പുൽത്തകിടികളൊക്കെ ആയിട്ട് നമുക്ക് കാടിനെ കാണാൻ സാധിക്കും. കുറച്ച് മരങ്ങളൊക്കെ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലേലത്തിന് വിടും എന്നാണ് അറിയാൻ പറ്റിയത്. അതുപോലെ വിറകുകളാക്കിയിട്ടും ഇവർ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അതും ഇതേപോലെ ലേലത്തിന് വിടുകയാണ് ചെയ്യുന്നത്. ടവറിൻ്റെ താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചാലിൽ കാണുന്ന പൂമ്പാറ്റകളാണിത്. കുറേ പൂമ്പാറ്റകൾ അവിടെ പാറി നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 50-ൽ കൂടുതൽ പൂമ്പാറ്റകൾ അവിടെ പാറി നടക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന അവസാനത്തെ ഗ്രൂപ്പും അവിടെ തിരിച്ചെത്തി. 5 ഗ്രൂപ്പും കൂടിയും 15 ചെറിയ ബണ്ടുകളാണ് ഉണ്ടാക്കിയത്.
1:45 കഴിഞ്ഞിട്ടുണ്ട് സമയം. എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല അവശതയോടെയാണ് ഇരിക്കുന്നത്. എല്ലാവരും കൊണ്ടുവന്ന വെള്ളമൊക്കെ കഴിഞ്ഞു. അവിടെ അടുത്തുണ്ടായിരുന്ന കിണറിൽ നിന്നും വെള്ളം കോരിയെടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. ആ വരുന്ന വണ്ടിയിൽ ഞങ്ങളുടെ ഭക്ഷണമാണ്. കറികളൊന്നും തുളുമ്പി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി പതുക്കെ വരുന്നത്. 1:50 ആയപ്പോഴാണ് ഭക്ഷണം എത്തിയിട്ടുള്ളത്. ഭക്ഷണം എല്ലാവരും കൂടി വാച്ച് ടവറിൻ്റെ ചോട്ടിലേക്ക് ഇറക്കി വെച്ചു. എല്ലാവരും പ്ലേറ്റ് എടുത്തിട്ട് ഭക്ഷണം മേടിച്ചു തുടങ്ങി. മോശമില്ലാത്ത ഭക്ഷണമാണ് അവർ ഞങ്ങൾക്ക് തന്നത്. ചോറ് തന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, ഉപ്പേരി ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടായിരുന്നത്. കറി ഐറ്റംസായിട്ട് മത്തൻ്റെ ഓലം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് അച്ചാറും പപ്പടവുമാണ്. ഇതിന് പുറമെ 2 കെറ്റിലിൽ നല്ല തണുത്ത വെള്ളം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് ആരും തന്നെ ഭക്ഷണമൊന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. കാടിൻ്റെ പല ഭാഗത്ത് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ചിലർ നിലത്തിരുന്ന് കഴിച്ചു, ചിലർ പുൽത്തകിടിയിലിരുന്ന് കഴിച്ചു, ചിലർ വെട്ടിയിട്ടിരുന്ന മരത്തിൻ്റെ മുകളിലിരുന്ന് കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കാട്ടിൽ നിന്നും എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുന്നേ എല്ലാവരും കൂടി ചേർന്നിട്ട് കാട്ടിൻ്റെ നടുക്കുന്ന് ഫോട്ടോ എടുത്തു. നമ്മുടെ ഫ്ലക്സൊക്കെ വെച്ചിട്ട്, പ്രൊജക്റ്റിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് ആ ഫോട്ടോ. ആ പാറുന്ന പക്ഷി വേഴാമ്പലാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി കണ്ടതാണ്. കുറച്ചും കൂടി ദൂരം ചെന്നപ്പോൾ നമുക്ക് ആനയെ കാണാൻ സാധിച്ചു. അതുപോലെ ഒരു കരിങ്കുരങ്ങിനെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ വെച്ചിരിക്കുന്ന സ്റ്റിക്കറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുരങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആ മരത്തിൻ്റെ അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനയെ കാണാൻ സാധിക്കും. ആനയല്ലോട്ടോ, ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് ആ ആനേൻ്റെ പുറകുവശം മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ആ 2 മരത്തിൻ്റെ ഇടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആന ചെവിയാട്ടുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് അവിടെയുള്ള ട്രൈബൽസാണ്. അവർ കാട്ടിലേക്ക് വന്നിട്ട് ആടിനെ മേയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഉൾക്കാടല്ല. ഐബിയിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ അകലെയാണ് ഇവർ ഈ ആടിനെ മേയ്ക്കുന്നത്. ഒരു തരം പഴമാണ് ഈ കിടക്കുന്നത്. ഏകദേശം ചക്കേൻ്റെ ഒക്കെ പോലത്തെ പഴമാണ് ഈ കിടക്കുന്നത്. എനിക്ക് എന്താ സാധനം എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഐബിയിലെത്തി. 3:45 ഐബിയിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ ചെന്ന പാടെ കുടിക്കാൻ ഞങ്ങൾക്കുള്ള ചായയും ബിസ്ക്കറ്റൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചായ വെച്ച മരത്തിൻ്റെ മുകളിൽ ഒരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ച് ഓടാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ആൾക്ക് ബിസ്ക്കറ്റ് ഒന്നും കിട്ടിയതുമില്ല, ഞങ്ങളാരും കൊടുത്തതുമില്ല. പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കരുത് എന്ന്. ഐബിയുടെ ബാക്കിൽ നിന്നും കാണുന്ന കരിമ്പുഴയാണിത്. വേനലായതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളം കുറവാണ്. എന്നാൽ സീസണിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പുഴയാണിത്. ഈ കാണുന്നത് പുഴയുടെ താഴത്തെ ഭാഗമാണ്. ഇവിടെ നിറച്ച് കല്ലുകൾ വന്ന് അടിഞ്ഞു കൂടിയതായിട്ട് കാണാം. മലയുടെ മുകളിൽ ഉരുൾപൊട്ടുമ്പോൾ ആ വെള്ളം കൊണ്ടുവരുന്ന മണ്ണും കല്ലുമൊക്കെ അടിഞ്ഞു കൂടിയതാണിത്. പരിപാടിയുടെ സൈൻ ഓഫിൻ്റെ ഭാഗമായിട്ട് സാദിഖ് അലി സാറ് ഇന്നത്തെ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും ഓരോ മെമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം കരുളായി വനം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുജീബ് റഹ്മാൻ സാറാണ്. ഇദ്ദേഹം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു സാറാണ്. ഇവരുടെയും സാദിഖ് അലി സാറിൻ്റെയും നേതൃത്വത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ തടയണകൾ നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ സ്പീച്ചിന് ശേഷം പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ബിജു സാറിൻ്റെയും റഹ്മാൻ സാറിൻ്റെയും കയ്യിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഓരോരുത്തരും വന്നിട്ട് ക്യാമ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ക്യാമ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് റയാൻ എന്നാണ് ആളുടെ പേര്. ഈ മോൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത്യാവശ്യം കാടുകളെക്കുറിച്ചിട്ടും മരങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ മൃഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവൻ. നേരത്തെ നമ്മൾ കണ്ട പൂമ്പാറ്റ കൂട്ടങ്ങളുടെയൊക്കെ പേരുകൾ ഇവൻ പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ക്യാമ്പിലുണ്ടായിരുന്ന 4 ലേഡീസാണ്. അതിൽ ഈ 3 പേര് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ദിബു എന്നാണ്. ഇദ്ദേഹം BF ആണ്. ഇദ്ദേഹമാണ് ഞങ്ങളെ കാട്ടിലേക്ക് കൊണ്ടുപോയത്. അധിനിവേശ സസ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഇത്. അതെല്ലാം VM സാദിഖ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്തു. പരിപാടിയെല്ലാം കഴിഞ്ഞ് 6:30 ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. കാട്ടിലെ യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.